ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ കരുനാഗപ്പള്ളിയിൽ, അതായത് ഈ ഒരു ചുറ്റുവട്ടത്ത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു വൃദ്ധസദനത്തിൻ്റെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സ്നേഹക്കൂടെന്നാണ് അതിൻ്റെ പേര്. കുറേ നന്മയുള്ള ആൾക്കാർ ചേർന്നിട്ട് രൂപീകരിച്ചൊരു സ്നേഹക്കൂടാണത്. അതിന് ഞാനും ഒരു അംഗമായി എനിക്കും അതിനകത്ത് പങ്കെടുക്കാൻ പറ്റി. അപ്പോൾ 101 പേർക്ക് ഇന്ന് നമ്മൾ കിറ്റ് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്തതാണ്. പോകുന്ന വഴി എന്തെങ്കിലുമൊക്കെ വിശേഷമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ നഗരസഭാ ചെയർമാനായിട്ടുള്ള പടിപ്പുര ലത്തീഫിക്കാണ് മെയിൻ ആളായിട്ട് അവിടെ വരുന്നത്. പിന്നെ ഒരുപാട് പേരുണ്ട്. ജസ്റ്റ് ഞാൻ അവിടെ പോയിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. പുള്ളിയുടെ വ്യാപാരികൾ എല്ലാം അവിടെ സുബീനയുടെ തന്നെ സുറമി പറഞ്ഞു 50 കിറ്റ് പറഞ്ഞ പെട്ടെന്ന് നോക്കി. അത് സമീനനെ എനിക്കറിയാവുന്ന പോലെ ഇരിക്കുന്ന ആൾക്കും അത്രയും പെട്ടെന്ന് വളരെ പാവപ്പെട്ട രീതിയിൽ വളർന്നു വന്ന ഒരു വ്യവസായമാണ് കരുനാഗപ്പള്ളി. അല്ലാതെ വലിയ സമ്പന്നതയിൽ നിന്ന് വന്ന കരുനാഗപ്പള്ളിയിൽ പ്രത്യേകത വ്യവസായമല്ല. അപ്പൊ ഈ പാവപ്പെട്ട ആൾക്കാരെ വിഷമങ്ങളും പ്രയാസങ്ങളും അറിയാവുന്ന കൂടിയാണ് സമീന. എൻ്റെ അയൽക്കാരിയാണ്, എൻ്റെ സഹോദരനാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം കരുനാഗപ്പള്ളിയിലെ നല്ല മനസ്സുകളുടെ സഹായത്തോടുകൂടി ഇത് ഇനിയും നല്ല രീതിയിൽ വളർന്നു വരട്ടെ. അത് എല്ലാവിധമായ നഗരഭരണ സമിതിയുടെ ആശംസകളെന്ന് അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ കുറേ നന്മയുള്ള ആൾക്കാരുടെ മുന്നിൽ ഈ ഒരു വേദി പങ്കിടാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. എനിക്ക് ആധികാരികമായ ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനറിയില്ല. എങ്കിലും റൂഷ മേഡവും ഡിഫറെൻ്റ് മീഡിയയുടെ നിസാമും കൂടെ ഈ ഒരു കാര്യം നമ്മളെ അവതരിപ്പിക്കാനായിട്ട് വന്നപ്പോൾ എനിക്കിതിലേക്ക് ഒരു സഹായം നൽകണമെന്ന് തന്നെ തോന്നിയതും, പിന്നെ പ്രത്യേകിച്ച് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റിപ്പോകും കേട്ടോ. എനിക്കത് പറയാനൊന്നും അറിയില്ല. കുറച്ച് വീഡിയോ ഒക്കെ ചെയ്തുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ഇപ്പം തന്നെ നമ്മുടെ ഷോപ്പിൽ ഓഫർ സെയിലിൻ്റെ തിരക്കിട്ട വീഡിയോ നടക്കുന്ന സമയത്താണ് നിസാം വിളിച്ചിട്ട് എന്തായാലും ഈ വേദിയിലൊന്ന് വന്നേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും വരാതിരിക്കാൻ ഒട്ടും മനസ്സില്ലാതെ ഒട്ടും വരാതിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഓടി എത്തിയത്. പിന്നെ ഈ പറഞ്ഞു വിട്ട് എനിക്ക് അവിടെ സെയിൽ നടന്നാലേ ഇതേപോലുള്ള സഹായങ്ങളൊക്കെ എനിക്ക് ഇനിയും ചെയ്യാൻ പറ്റും അല്ലേ? എങ്കിൽ മാത്രമല്ലേ ഉള്ളൂ എനിക്ക് ഇതുപോലെ കൊടുക്കാനൊക്കെ പറ്റൂ. ഞാനും എല്ലാവരെയും പോലെ സാധാരണക്കാരുടെ ഇപ്പം ലത്തീഫൊക്കെ പറഞ്ഞതുപോലെ തന്നെ, ലത്തീഫൊക്കെ പണ്ട് തൊട്ടേ അറിയാം, വളരെ ചെറുപ്പം തൊട്ടേ എന്നെ അറിയാവുന്നതാണ്. ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും ഒരുപാട് കഷ്ടതകളും ഒക്കെ അനുഭവിച്ച് വളർന്ന്, അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ കഷ്ടപ്പാട് കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് ഇനിയും നല്ല രീതിയിൽ ഈ ഒരു സംരംഭം നന്നായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ഭാഗമാവാൻ ഇനിയും എനിക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഒരു 101 കിറ്റാണ് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് കൊടുത്തതെങ്കിൽ ഇനി അതിലിരട്ടി കിറ്റുകൾ നമുക്ക് സാധാരണക്കാർക്ക് കൊടുക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. ഇവരോടൊപ്പം ഞാനും ഉണ്ടായിരിക്കും. ഇങ്ങനൊരു സംരംഭത്തിൽ കൂട്ടാളിയാവാൻ എനിക്ക് സാധിച്ചതിൽ ഒരുപാട് ഞാൻ അഭിമാനിക്കുന്നു അല്ലേ. പിന്നീട് ഞാനും ലത്തീഫുക്കയും കൂടെ പഴയ കാര്യങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നീട് അവിടെ 2 അംഗങ്ങളാണ് ഇപ്പം വന്നിരിക്കുന്നത് സ്നേഹക്കൂട്ടിലേക്ക്. ഇനിയും ഒരുപാട് അംഗങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എങ്കിലും ആരും നോക്കാനും കാണാനും ഇല്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ അറിയിക്കുക. ഇതിനകത്ത് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ.